CPM-ൽ പിണറായി വിജയൻ മാറേണ്ടി വരും പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ പിണറായി വിജയനെ കോമ്പറ്റേറ്റീവ് എന്ന ഒരാളെ അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല. കോൺഗ്രസിലും പ്രശ്നം അതാണ്. ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിനായിട്ട് പരസ്യമായി കലാപം തുടങ്ങിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നു. അതായത് UDF രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ സോഷ്യൽ ഫാക്ടേഴ്സിന്റെ ഒരു സംഘാതമാണ്. അവരങ്ങനെയാണല്ലോ, ലീഡർഷിപ്പ് ഇവരെങ്ങനെയാണ്. രമേശ് ചെന്നിത്തല ചങ്ങനാശ്ശേരി പോകുന്നു, വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോകുന്നു, സമസ്തയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ യാദൃശ്ചികമായിട്ട് വരുന്നതല്ലോ. അപ്പോൾ കുറെ ആളുകൾ ബോധപൂർവ്വം രമേശ് ചെന്നിത്തല വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വേറെയും കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ആരായിരിക്കും 2026 UDF-നെ നയിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ അവർക്ക് തന്നെ ഇല്ല. കാരണം ഒന്നാം നിര, രണ്ടാം നിര അങ്ങനെയൊന്നുമില്ലല്ലോ. BJP-യിൽ എപ്പോഴും നേതൃത്വം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടാവും, അത് താഴെ സെക്കൻഡ് ലെയർ ഉണ്ടാവും, തേർഡ് ലെയർ ഉണ്ടാവും. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ആര് എന്നുള്ളത് ഒരു പ്രസക്തിയേ ഇല്ല. പക്ഷേ കോൺഗ്രസും CPM ഒന്നും അങ്ങനെയല്ല. CPM നേരത്തെ അങ്ങനെയായിരുന്നു. CPM-ൽ ഏതൊരാളോട് ചോദിച്ചാലും അടുത്ത നേതാവാരും എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നുള്ളായിരുന്നു. അങ്ങനെയാണ് ഇവര്. പക്ഷേ നേതാക്കന്മാരായാലും കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യം ഞാൻ പറയാം. 2026 ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 26 കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച്. ആ കാര്യത്തിൽ തർക്കമില്ല. അതിനെ ആര് നയിക്കും? CPM നയിക്കുമോ കോൺഗ്രസ് നയിക്കുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഒരു മുന്നണിയായിട്ടായിരിക്കും 2026 കഴിഞ്ഞ് നോർമലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടത് 2031-ലാണ്. പക്ഷേ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള നിയമം അപ്പോഴത്തേക്കും പ്രാബല്യമായി വന്നാൽ ഒരുപക്ഷെ 2029 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നേക്കാം. അങ്ങനെ നടക്കുകയാണെങ്കിൽ അന്ന് BJP-യുടെ എതിർക്കുക CPM-ഉം കോൺഗ്രസും ഉൾപ്പെടുന്ന ഒരു മുന്നണിയിൽ.